എല്ലാവർക്കും എൻ്റെ നമസ്കാരം. വളരെ അഭിമാനത്തോടാണ് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു സംഭവമുണ്ട്. 1974-75 ഇത് ഉടലെടുത്തത്. നമ്മൾ രജിസ്റ്റർ ചെയ്തത് 76-ലും. അതിൽ കേവലം കുറേ ആൾക്കാർ ഇവിടെ ഉണ്ട്. എൻ്റെ വീടിൻ്റെ ജാക്സനായിട്ട് താമസിക്കുമ്പോൾ എൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റിലാണ് ഇത് തുടങ്ങിയത്. അന്ന് രാജഗോപാലും ഉണ്ട്. രാജഗോപാൽ മറന്നുപോയി. രാജഗോപാലുണ്ടായിരുന്നു എൻ്റെ അറിവിൽ. അങ്ങനെ കുറേ പേര് ഇവിടെ ഇരിക്കുന്നവരുണ്ട്. അന്ന് വളരെ ബുദ്ധിമുട്ടി ഞാൻ വെറുതെ ഒരു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അയ്യപ്പ സേവാ സംഘം തുടങ്ങാൻ പിടിച്ചതാണ്. തുടങ്ങിയപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം വന്നു. മോസ്റ്റ് ഓഫ് ദം ക്രിസ്ത്യൻസ് ആയിരുന്നു. അപ്പോൾ എൻ്റെ മനസ്സിൽ കൂടെ പോയി, മണ്ണാക്കട്ടെ, നമുക്ക് അയ്യപ്പ സേവാ സംഘം വേണ്ട, നമുക്കൊരു ക്ലബ് അങ്ങ് തുടങ്ങാം. അങ്ങനെ തുടങ്ങിയാണിത്. വളരെ അഭിമാനമുണ്ട് എനിക്ക്. അതിന് ഇത്രയും നാളും ബുദ്ധിമുട്ടി എല്ലാ കാര്യങ്ങളും മംഗളമായിട്ട് പോകുന്നുണ്ട്. ആ അഭിമാനത്തോടെയാണ് ഞാൻ പറഞ്ഞു വന്ന് ഇവിടെ നിൽക്കുന്നത്. അങ്ങനെ തുടങ്ങി വെച്ച ഈ അസോസിയേഷനിൽ വളരെ നല്ല രീതിയിലും യങ്സ്റ്റേഴ്സ്, ഞങ്ങളെപ്പോലുള്ള ചെറുപ്പക്കാർ വളരെ ചുരുക്കമാണ് ജോലി ചെയ്യാൻ. ഇപ്പോഴുള്ള യങ്സ്റ്റേഴ്സിനെ ഞാൻ വളരെ ബഹുമാനിക്കുന്നു. അവരുടെ എഫർട്ടാണ് ഈ ബിൽഡിങ്ങിൽ ഇപ്പോൾ നടക്കുന്നത്. കാരണം ഞങ്ങൾ സപ്പോർട്ട് ചെയ്താലും ഈ ശബരി, അജിത്, ബോബി, റജി, വാഗ്രേൻ വളരെ നിങ്ങളെ ഈ പ്രായമൊന്നും നോക്കണ്ട. അദ്ദേഹം ഇപ്പോഴും ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ വളരെ അഭിമാനത്തോടെ. അതുപോലെ തന്നെ നമ്മുടെ എബ്രാം ബുഷേലിൽ 77-78 വന്നെന്നാണ് എൻ്റെ ഉദ്ദേശം. അദ്ദേഹത്തിൻ്റെ അളിയനായിരുന്നു ആദ്യത്തെ കേരള കൾച്ചർ തുടങ്ങാനുള്ള. ഞങ്ങൾ മൈക്ക് സെറ്റ് മേടിച്ചു ഇവിടെ. അദ്ദേഹമായിരുന്നു ആദ്യത്തെ. അദ്ദേഹത്തിൻ്റെ ഒരു എഫർട്ടും ഈ സംഘടനയ്ക്ക് വളരെ ഉത്തേജനം നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ജോർജ് ജോസഫ് മെമ്മോറിയൽ മലയാളം സ്കൂൾ എന്ന് പേരിട്ടേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നിലനിർത്താൻ വേണ്ടിയാണ് ഇന്നും നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലങ്ങളിൽ മിസ്റ്റർ ആൻഡ്രൂസ് ഈ മലയാളം സ്കൂളിന് വേണ്ടി ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ബേസ്മെൻറ്റ് അന്ന് നെൽമൊണ്ടി താമസിക്കുമ്പോൾ മലയാളം ക്ലാസ് അവിടെ എൻ്റെ വീട്ടിൽ ഇങ്ങനെ അന്നത്തെ കാലത്ത് അങ്ങനെ നമ്മുടെ കഠിന അധ്വാനം കൊണ്ട് ഈ ബിൽഡിംഗ് ഞങ്ങൾക്ക് മേടിക്കാൻ സൗകര്യപ്പെട്ടു. അതിന് എല്ലാവർക്കും നിങ്ങളെപ്പോലുള്ള നല്ല മനസ്സുള്ള ആൾക്കാരുടെ സഹകരണത്തിന് വേണ്ടി ഞങ്ങൾക്ക് ആവശ്യമുണ്ട്. 50 ആനിവേഴ്സറിയൊക്കെ വരുന്നത്. എല്ലാവരും നല്ല രീതിയിൽ ഞങ്ങളെ നോക്കണേ. കയ്യിലൊന്നും ഒന്നുമില്ല. അതുകൊണ്ട് എല്ലാവരുടെയും സഹകരണങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് എല്ലാവർക്കും എൻ്റെ വിനീതമായ നന്ദി, നമസ്കാരം. നമുക്ക് മേലിലും കാണണം. വെൽക്കം വിനോദ് KRK, Secretary of Vicemen's and Treasurer of Kerala Samaj. Thank you. This organization is not a strange organization to me. For the last so many years, I'm a well-wisher of this organization. As a matter of fact, I have done one time I had the privilege of doing Vishu message here and distributed Vishu Kainitam almost 8 or 10 years ago. I still remember. Probably you can see my pictures there. The purpose of this meeting is to raise fund for the Jubilee organization. As a community, for the last 15 years, this KCNA group is holding the community intact. And they have done a wonderful community services. I don't want to go to numbers, but it's excellent. I really appreciate the leaders of this organization for the dedication, perseverance, and courage and wisdom to move forward. I wish this committee, as well as the Golden Jubilee function, a big success. And the purpose of this meeting is to raise fund for the Jubilee celebrations. I pledge my support. Thank you all. Mr. Koshio Thomas. It means a lot for this association because amongst us here, I believe he's the only person born and brought up and educated, grew up, and every day in his life he has spent in this town. He knows each and every inch of this neighborhood. So it's really a fitting occasion for having our
assembly member amidst us, it's a great support. I am 100% confident that the celebration, especially this kickoff, for the main event on November 14th. So this occasion is going to be a very grand success. I know all of you have extended your support along with you all. My support is always be with you all. Thank you so much for. So, Nair Benevolent Association President, Mr. Chris Topil, just inviting. I am so glad to hear and watch the 50th anniversary of KCANA, one of the second oldest organized Malayali organization in New York after Kerala Samajam. And we are also in the making of the 50th, 4 more years to go. This is the 45th year of Nair Benevolent Association. And we all completing 50 years in the United States. That's a big deal, and we all give ourselves a big round of applause for that. And on behalf of NBA and myself, we will do the best we can to support and strengthen and get this Golden Jubilee celebration a big success. Thank you so much. Thank you. Welcoming Mr. Rajagopal Nair. ഞാൻ നമ്മൾ ഈ 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന സമയത്ത് ഒരു കാര്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ഈ സംഘടന രൂപീകരിച്ചതിൽ ഇതിന് കുറേ ആളുകൾ ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കുറേ പേര് നമ്മളെ വിട്ടുപോയി, ചിലരൊക്കെ ഈ ന്യൂയോർക്കിൽ നിന്ന് മാറിപ്പോയി. പക്ഷെ അവരെല്ലാം നമ്മൾ ഓർക്കണം. ഞാൻ പേര് പറഞ്ഞാൽ ചിലരെ വിട്ടുപോയെങ്കിൽ അതൊരു അപാകതയായിരിക്കും. അതുകൊണ്ട് ഞാൻ എല്ലാവരുടെയും പേരൊന്നും പറയുന്നില്ല. നമ്മളെ വിട്ടുപിരിഞ്ഞ എല്ലാവരോടും, നമ്മൾ ഇവിടുന്ന് മാറിപ്പോയവരോടും അവരുടെ എല്ലാം പ്രവർത്തനങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ നമ്മളെ എല്ലാവരുടെയും നന്ദി രേഖപ്പെടുത്തുന്നു. അതേ എനിക്ക് പറയാനുള്ളൂ. താങ്ക് യു സോ മച്ച്. Thank you, Mr. Rajagopal. Madhukutti Isho from Kerala Samajam, please. Kerala Samajam, I wish all the success for this Golden Jubilee celebration. And we know the 50 years for an organization is a great thing to completing 50 years. So this organization is completing 50 years, and this golden year, let us celebrate together. And on behalf of the Kerala Samajam, I give all the support and express all the best wishes. And also, just like Vinod said, all of your support financially and with your physical presence for this organization's programs. Thank you all. So next one is Mahima President, Mr. Ranjit Nair. Welcoming to the stage. On your 50th Golden Jubilee. This is truly a remarkable milestone. It's amazing to think that 50 years ago, the founders of KCNA came together with a vision. And over the past decades, past leaders have kept this organization strong. We stand here today because the entire KCNA family on your 50th Golden Jubilee. Wish you all the very best for a wonderful evening. Inviting Mr. Biju Chacko, Indian Association of Long Island President. I wish all the best for KCNA. Over the years, you have stood up as now the second oldest association here in New York. But I'm going to put up a challenge. I think many times I had talked to Ajit about this. Many times I'm going to put a challenge. I dare you guys, in next 10 years, you move from this place to a better place in golden 50 years. It's about time that this association should have a building of its own to stand on its own legs and celebrate. That should be the focus of your Golden Jubilee celebration going forward. So I dare you today and wish you all the best. Thank you. I am Tara Sharjan. I am the Vice President for the National Association of Indian Nurses of America, and I was the past President for the New York Chapter 2. Currently, I just accepted a position as the Nursing Chief at Kingsborough Hospital Psychiatric Center. So, with that said, I am not able to commit on the behalf of my organization, but on my personal behalf, I will be providing any support that add to my capacity for this celebration of the 50th organization. And wish you all the best and hope it will be a great function and
we will be able to raise enough money to make this as a landmark history for this organization. Thank you so much. So I am very happy to be here, and I am one of them too. The celebrate the 50th Jubilee and the 50th year or the golden jubilee of our association. I am very well. I am very happy, and like me, there is a lot of people, lot of Malayalam school kids. They are now in high positions like doctors, engineers, and there is a lot of kids we have. I have a plan to call all the old Malayalam school students to help or to participate in our Jubilee celebration. Thank you very much, all of you. Thank you, Mr. Representative Pondicherry, for those kind words. Mr. Alex Esteban, Kerala Center President. I represent another organization with one building and office like KCANA. No, behind this institution, there is a lot of hard work. No, this institution ഒരു സുപ്രഭാതത്തിൽ പൊട്ടി വളർന്നതല്ല. നൂറുകണക്കിന് ആൾക്കാരുടെ കഠിനാധ്വാനവും വിയർപ്പും പൈസയും എല്ലാം ഇതിൻ്റെ പിന്നിലുണ്ട്. അപ്പം 50 വർഷം മുമ്പ് ഇത് വിഭാവനം ചെയ്തവർ മലയാളി സമൂഹത്തിന് വളരെ ഒരു അനുഗ്രഹം ആയിരുന്നു. അതുപോലെ ഈ പ്രസ്ഥാനത്തെ കഴിഞ്ഞ 50 വർഷം നയിച്ചവർ, ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നവർ എല്ലാം നമ്മുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ അർഹിക്കുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ ഈ ആഘോഷത്തിൽ എല്ലാ വിജയങ്ങളും നേരുന്നു. കേരള സെൻറ്ററിൻ്റെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളുടെ എല്ലാ ഹെൽപ്പുകളും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടായിരിക്കുമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. Mr. Chako Koikalaka. So I know how hard it is to have a celebration, 50-year celebration, and I know how hard it is to get to that stage, 50 years. And KCNA is doing a great job, and I have been watching KCNA for the last so many years, and finally about 8 years ago I took the membership. So I'm proud to be a member of this organization, and I know that KCNA is really growing. I give my support, wholehearted support, and I wish you all the best, and I hope that we all can work together, and you have a great team, and especially wish you all the best, and I extend my wholehearted support. Thank you very much. So the next is Anto Warki. So wish all the best to KCNA. I am sure your celebration will be the perfect and very successful, because it is leading a lot of senior members, especially Raji Queen and Ajit Bachus and Shabrinathan Nair and Apukutta Nair, Braham Puducherry. A lot of presidents are still active, very active, and really appreciate all of your work, especially the building. The Veterans Malayalam Association right now completed 52 years, but still we don't have self-building. But really appreciate you guys. You did a good job, and wish you all the best in this 50th celebration. Thank you all. Next is Dr. Ajuman. ബഹുമാനപ്പെട്ട അസോസിയേഷൻ പ്രസിഡന്റ് റജി കുര്യൻ, ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ KCNAയുടെയും നമ്മുടെ മലയാളി കൾച്ചറൽ അസോസിയേഷനും മലയാളികളുടെ എല്ലാ പാരമ്പര്യവും മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയിരിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ്. അവരെല്ലാം എൻകറേജ് ചെയ്തുകൊണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ഞാൻ ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി ആയിട്ടാണ് KCNAയുടെ മെമ്പർഷിപ്പ് എടുത്തത്. അതിൽ എനിക്കൊത്തിരി അപ്രിസിയേഷൻ ഉണ്ട്, താങ്ക് യു ഉണ്ട്. നമ്മുടെ വൈസ് പ്രസിഡന്റ് Shoshama Andrews, and also she is the Women's Forum Chair for KCNA. As you all know, my name is Shoshama Andrews, Vice President of KCNA now. നമ്മുടെ ഈ KCNA കുടുംബം എന്ന് രൂപീകരിച്ചു അന്ന് തൊട്ട് Shoshama Andrews and Mr. Andrews ഇതിൽ കൂടെയുണ്ട്.
വൈസ് പ്രസിഡൻ്റായിട്ടും ഹസ്ബൻഡ് പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുണ്ട്. അത് പറയാനല്ല ഞാൻ നിൽക്കുന്നത്. ഇന്നത്തെ വലിയൊരു സന്തോഷ വാർത്ത അറിയിക്കാനായിട്ടാണ് ഇരിക്കുന്നത്. 50 വർഷത്തെ ഞങ്ങളുടെ ലേഡീസിൻ്റെ പരിശ്രമത്തിൻ്റെ പകരമായി ഇന്ന് KCNAയിൽ വിമൻസ് ഫോറം, അതായത് സ്ത്രീകളുടെ കൂട്ടായ്മ ഇന്നിവിടെ രൂപീകരിച്ചു. 50 വർഷത്തിനകമായിട്ട് ഇനിയും എല്ലാ ലേഡീസിനെയും എല്ലാ പരിപാടിക്കും വന്നിരിക്കണം. അതുപോലെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ലേഡീസിനെ വിളിച്ച് പല കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും. അതിനുവേണ്ടി നിങ്ങളെ എല്ലാവരെയും ഇതിൽ ആ ലേഡീസ് ഫോറത്തിലേക്ക് ക്ഷണിക്കുന്നു. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വിമൻസ് ഫോറം മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിക്കണം എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. KCNAയുടെ ആദ്യത്തെ കുടുംബത്തിലുള്ള ആൾക്കാർ തന്നെയാണ് ഞങ്ങളും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ വിമൻസ് ഫോറത്തിനെ കാര്യമായിട്ട് KCNA എങ്ങനെ കൊണ്ടുപോകുന്നോ ആ കൂട്ടത്തിൽ നമ്മുടെ വിമൻസ് ഫോറവും കൊണ്ടുപോകണം. അതിന് നമ്മൾ ഒന്നിച്ച് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ദയനീയമായി നിങ്ങളെല്ലാവരും ഒന്നിച്ച്, നമ്മളെല്ലാവരും ഒന്നിച്ചു ചേർന്ന് പല കാര്യങ്ങളും KCNAയ്ക്ക് ചെയ്യണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ഒരൊറ്റ വാക്കേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ വിമൻസ് ഫോറം മുന്നോട്ട് കൊണ്ടുപോകണം. അത് മാത്രം ഞാൻ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. യോഗയുടെ കോർഡിനേറ്റർ മിസ്റ്റർ രാജു എബ്രഹാം മുൻ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് ഒരു വാക്ക് സംസാരിക്കുവാൻ സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. KCNAയുടെ പ്രസിഡന്റായിട്ട് 1 പ്രാവശ്യവും സെക്രട്ടറി ആയിട്ട് 3 പ്രാവശ്യവും ഇവിടെ ഇതിൻ്റെ കാര്യങ്ങൾ നടത്തുവാൻ ഞാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ഇപ്പോഴും ഏതൊരാവശ്യത്തിനും ഈ പ്രസ്ഥാനത്തിൻ്റെ എല്ലാ ആവശ്യങ്ങൾക്കും ഞാൻ കൂടെയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമ്മുടെ 50th ആനിവേഴ്സറി വളരെയധികം സക്സസ് ആക്കുവാൻ എല്ലാവരുടെയും സഹകരണം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. താങ്ക് യു മിസ്റ്റർ രാജു എബ്രഹാം. ഇനി 1-2 സ്പീച്ചസോടെ ഉള്ളൂ. മിസ്റ്റർ രഘുനാഥൻ നായർ, പ്ലീസ് കം ഔട്ട്. ഹി ഈസ് ദ പാസ്റ്റ് പ്രസിഡന്റ്. And following that, Latika Nair, she was the vice president in the last few administrations, and also Mr. Thomas Umman Shibu. Following that, KCNAയുടെ ഒരു പഴയ പ്രസിഡന്റാണ് ഞാൻ. ഇവിടെ പ്രസംഗിക്കാനൊന്നും എനിക്കറിയില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് പ്രസിഡന്റ് ആയതിനു ശേഷം ഈ പുടിയത്തിൽ കയറി നിന്നപ്പോൾ ഏതാണ്ടൊക്കെ പറയാൻ എനിക്ക് സാധിച്ചു എന്നും എനിക്ക് തോന്നുന്നു. എനിവേ, ഈ നമ്മളെ 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന ഈ സമയത്ത് ഈ അസോസിയേഷനിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, പണ്ട് കാലത്ത് പ്രസിഡന്റ് ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പിടിച്ചായിരുന്നു പ്രസിഡന്റ് ആക്കുന്നത്. കാരണം ആൾക്കാരില്ലായിരുന്നു. ഇന്നത്തെ പ്രസിഡന്റുമാർ അങ്ങനെയല്ല. പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ നിന്ന് ഇതിൻ്റെ റൂഫ് ചോർന്നിട്ട് ഒരിക്കലും 1 ബക്കറ്റ് ടാറുമായിട്ട് ഇതിൻ്റെ മുകളിൽ കയറി. ഞാൻ താഴെ ഇറങ്ങി വന്നപ്പോൾ പറഞ്ഞു അടുത്ത പ്രസിഡന്റാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അസോസിയേഷൻ, വളരെ ജനപ്രാതിനിധ്യമുള്ള ഈ അസോസിയേഷൻ പ്രവർത്തനം ഇന്നുവരെ നല്ല നിലയിലാണ് നടന്നിട്ടുള്ളത്. എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേരുന്നു എൻ്റെ പ്രവർത്തകർക്കും എല്ലാവർക്കും. എസ്പെഷ്യലി റജി കുര്യൻ 2-3 പ്രാവശ്യം പ്രസിഡൻ്റായ ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ജൂബിലി ആഘോഷങ്ങൾ നടക്കുന്നു എന്നറിയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ്. എല്ലാവരും വിജയ ആശംസകളും നേർന്നുകൊണ്ട് by Mrs. Latika Nair. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ മറ്റൊരു വീട് പോലെയാണ് KCNA. കുറച്ച് നാൾ ഞാനിവിടെ വർക്ക് ചെയ്യാൻ, ഇവരോടുകൂടി ചേർന്ന് വർക്ക് ചെയ്യാൻ വന്നതിന് ശേഷം ഞാൻ എല്ലാ കാര്യങ്ങളിലും എന്നാൽ കഴിയുന്ന വിധം ഞാൻ എല്ലാത്തിലും പങ്കെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യും. ഇപ്പോൾ ഞാൻ റിട്ടയർ ആയിരിക്കുകയാണ്. മോർ അവൈലബിൾ ടു സോ ഈ 50ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയത്ത് എല്ലാ ഭാവങ്ങളും KCNAയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ തോമസ് ഉമ്മൻ, നമ്മുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പർ. വെരി ബെസ്റ്റ് ഓഫ് ലക്ക്. റജിയുടെ നേതൃത്വത്തിൽ 50 years ജൂബിലി നടത്തുന്നതിൽ വളരെ അഭിമാനമുണ്ട്. ഐ
I give you all the support. Thank you. ഈ 50ാമത്തെ വർഷം ആഘോഷിക്കുന്ന KCNAക്ക് എൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും. അതുപോലെ റെജി ഞങ്ങൾ ഒരേ പള്ളിക്കാരാണ്, എൻ്റെ സുഹൃത്താണ്. റെജിയുടെ നേതൃത്വത്തിൽ ഈ KCNAയുടെ ഈ 50ാം വാർഷികം വളരെ ഭംഗിയായി നടക്കുമെന്ന് എനിക്കറിയാം. റെജി നല്ല കഴിവുള്ള ഒരാളാണ്, പേടിക്കേണ്ട. പറഞ്ഞ പോലെ താറും പാട്ട കൊണ്ട് കയറിയില്ലെങ്കിലും പുള്ളിക്ക് നല്ല നേതൃപാഠം ഉള്ളയാളാണ്. എനിവേ എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. നന്ദി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരനായ ട്രഷറർ ശ്രീ റിനോജ് കോവിദിനെ ക്ഷണിക്കുന്നു. First of all, I like to thank our chief guest Edward C. Brandstein and our guest of honor Shibu Nair for coming and supporting us in such a short notice. Ladies and gentlemen, thank you all for being here today. Your presence are greatly valued and I'm deeply grateful for your support and encouragement. I would like to thank you. I would like to extend my sincere, heartfelt thanks and gratitude to our brilliant and truly intelligent and outstanding President Reggie Kurian, whose leadership and vision guided us this project from the very beginning. I would like to express my appreciation to our dedicated secretary and the esteemed committee members for their commitment and hard work and collaboration. It's been a privilege to work alongside with the remarkable and inspiring individuals. And I would like to thank our Joint Secretary Joby for being here yesterday, cleaning this facility and hooking up this speaker system. And I would like to thank you, Shabiri Nair, for operating the system, which only he could do it. He won't teach anybody. And I would like to thank you, Mr. Thomas Umman, for providing such a tasteful food from Spice Gardens. And Thomas Umman is our member and a supporter from the beginning. സാധാരണ തോമസ് ഉമ്മൻ നാട്ടിൽ നിന്ന് തോമസ് ഉമ്മനും ബോബി മീൻസ് മാത്യു ജോഷുവ ഒരു നാട്ടിൽ നിന്ന് ഒരു പ്രോഗ്രാമൊക്കെ കൊണ്ടുവരുന്നതാണ്. ഈ വർഷവും കൊണ്ടുവന്നിട്ടുണ്ട്. സാധാരണ കൊണ്ടുവരുമ്പോൾ he would ask KCNA first, do you like to take the program? This time I don't know, for some reason he didn't ask us. But you can take the tickets though. But I hope he will be one of our platinum members supporting our 50th anniversary. Yeah, we had a couple of shows with him. Winter and Maduram 18, a big show we did, and we made almost 20,000 profit from that show. But this time for some reason he gave it to his church, which I'm also a member of. In closing, I extended my best wishes to everyone and thank you once again for your time and participation, and I expect your support continuing this whole year, and I expect everybody's participation to make this event a big successful event. And I like to thank you all the dignitaries who came here from all the other organizations. So, Chata, don't feel bad. Our secretary said don't say any election because KCNA support all the parties. You know, both parties are here, so we cannot support one side. That's why he said it. So don't feel bad. Thank you very much for once again, and I enjoy your food, and we will meet again.